മസിലുകളുടെ ആരോഗ്യം പ്രമേഹം നിയന്ത്രിക്കാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് മസിലിന്റെ ആരോഗ്യം. ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. പ്രമേഹമുള്ള ആളുകളിൽ പലപ്പോഴും കൈകാലുകൾ ശോഷിച്ചു വരാറുണ്ട്. ഇപ്പോൾ കയ്യിലെയും കാലിലെയും ഒക്കെ സ്കെൽറ്റൽ മസിൽസിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഈ മസിലുകൾ എന്ന് പറയുന്നത്. മസിലുകൾക്ക് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്തെടുത്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും വളരെ എഫക്റ്റീവായിട്ട്. ഒരു സ്പോഞ്ച് നമ്മൾ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം സ്പോഞ്ച് എടുക്കില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിനെ ഈ മസിലുകൾക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ സാധിക്കും. മസിലുകളെ കൃത്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി. വർക്ക് ചെയ്യിപ്പിച്ചാൽ ഈ മസിലുകൾ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്തെടുക്കുകയും അതിനോടൊപ്പം തന്നെ അതിനെ ATP ആയിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കത്തിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ വളരെ ഭംഗിയായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ മസിലുകളുടെ വലിപ്പം കൂടും, ബൾക്ക് കൂടും ഇതിനോടൊപ്പം. അങ്ങനെ മസിലുകളുടെ ബൾക്ക് കൂടുന്നത് കൊണ്ട് കൂടുതൽ ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കൂടുതൽ ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്യാൻ ഈ വലിപ്പം വെച്ച മസിലുകൾക്ക് സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് പ്രമേഹ രോഗത്തിൽ ഈ മസിലുകൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മസിലുകളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള എക്സർസൈസുകളാണ് പ്രമേഹ രോഗികൾ കൂടുതലായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ആയുർവേദത്തിൽ ഇങ്ങനെ മസിൽ ശോഷിച്ചു പോയ, അപ്പോൾ എന്നെ കാണാൻ വരുന്ന പല ആളുകൾക്കും മസിൽ ശോഷിച്ചു പോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ആയുർവേദത്തിൽ ചില കിഴികളൊക്കെ ചെയ്യാറുണ്ട് മസിലുകളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള. വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.